ഹലോ എവ്രിവൺ. ലോകത്തിന്റെ ഗതി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് യുദ്ധസംഘർഷങ്ങൾ, ചിലയിടത്ത് സമാധാനത്തിന്റെ അലയൊലികൾ, ചില സ്ഥലങ്ങളിൽ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പേരിലുള്ള തേങ്ങിക്കരച്ചിലുകൾ. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവില്ല. ഓരോ വാർത്തയും സസൂക്ഷ്മം നിരീക്ഷിച്ച് അനലൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ. ഐ ആം വിനയ. പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാന്റെ സുരക്ഷാ തലവൻ ഇന്നലെ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാന്റെ ഒരു പ്രതികരണം ഉണ്ടായി. പ്രതികാരം ഉറപ്പ്. ഇത് വെറും ഒരു പ്രതികരണമല്ല, ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണ്. കാരണം ഇറാന് നഷ്ടപ്പെട്ടത് അവരുടെ സ്ട്രാറ്റജിക് ബ്രെയിനെയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, അലി ലാരിജാനി എന്ന് പറയുന്ന ഇറാന്റെ സുരക്ഷാ തലവനെ കുറിച്ചാണ്. ഇന്നലെ US, ഇസ്രായേൽ ഇവർ രണ്ടുപേരും സംയോജിതമായി നടത്തിയ ഒരു എയർ സ്ട്രൈക്കിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടു. അദ്ദേഹം ഇറാനെ സംബന്ധിച്ച് വെറുമൊരു നേതാവല്ല. ഇറാന്റെ ഫോർമർ പാർലമെന്റ് സ്പീക്കർ, ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അംഗം, ഇറാന്റെ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സ്ട്രാറ്റജിക് തിങ്കർ എന്ന് പറയുമ്പോൾ ആണവായുധം, വിദേശ നയം, അതുപോലെ സൈന്യം എല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ സുരക്ഷിതം. അവിടെയാണ് ഇന്നലെ ഇസ്രായേലും US-ഉം ഒരുമിച്ച് ആക്രമിച്ചത്. ഇതുകൊണ്ട് ഇറാനിൽ ഉണ്ടാകാൻ പോകുന്ന 3 വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി, ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന ഗ്യാപ്പ്. അലി ലാരിജാനിയെ പോലെയുള്ള ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. അപ്പോ ഇറാനിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ നിലവിൽ അതിന് ക്യാപ്പബിലിറ്റി ഉള്ള വ്യക്തികൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അത് അമേരിക്കയും ഇസ്രായേലും മുതലെടുക്കാൻ സാഹചര്യമുള്ള ഒരു സിറ്റുവേഷനാണ്. രണ്ടാമതുണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇമോഷണൽ റിട്ടാലിയേഷൻ. തങ്ങളുടെ പരമോന്നത നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ അതിന്റെ തന്നെ ഏറ്റവും വൈകാരികമായ പതനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സമയത്ത് ഇറാന്റെ പ്രതികരണം വളരെ അഗ്രസീവ് ആയിരിക്കാം. അത് മറ്റു രാജ്യങ്ങളെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലും അല്ലെങ്കിൽ ആക്രമണോത്സുകമായ തരത്തിലുമായിരിക്കാം. അതും ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. മൂന്നാമതായി, ഇറാന്റെ പോളിസികളിൽ ഉണ്ടാകാവുന്ന മാറ്റമാണ്. ഇത്രയും കാലം കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഫോറിൻ പോളിസിയും ന്യൂക്ലിയർ പോളിസിയും എല്ലാം ഒരാളുടെ മരണം കൊണ്ട് അതിനുണ്ടാകാവുന്ന നാശം അല്ലെങ്കിൽ അതിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇതൊരു പക്ഷേ ഇറാനെ അഗ്രസീവായ ഒരു നയത്തിലേക്ക് നയിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പോളിസീസ് ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് വരാം. കൂടുതലായും അത് അഗ്രസീവ് ആകുവാനാണ് സാധ്യത കൂടുതൽ. ഇതെല്ലാമാണ് അലി ലാരിജാനി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ലോകത്തിനുണ്ടാകാവുന്ന മാറ്റങ്ങൾ. ഇവിടെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഹിഡൻ ആംഗിൾ അല്ലെങ്കിൽ ഒരു ഡീപ് സ്ട്രാറ്റജി. എന്താണെന്നറിയാമോ? പ്രധാനമായും ഈ യുദ്ധങ്ങളിലെല്ലാം ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് ടോപ്പ് ലീഡേഴ്സിനെയാണ്. എന്തുകൊണ്ട് ടോപ്പ് ലീഡേഴ്സ്? കാരണം മോഡേൺ വാർഫെയറിൽ ഒരു രാജ്യത്തെ തളർത്തുന്നതിന് ആദ്യമായി ചെയ്യുന്നത് അവിടുത്തെ ടോപ്പ് ലീഡേഴ്സിനെ അറ്റാക്ക് ചെയ്യുക എന്നതാണ്, അവരെ ടാർഗറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ഇതൊരു ടാക്ടിക്കൽ സ്ട്രൈക്ക് അല്ല, മറിച്ച് ഒരു സ്ട്രാറ്റജിക് ഡീസ്റ്റെബിലൈസേഷൻ ആണ്. അതുകൊണ്ട് മിലിറ്ററി ലീഡേഴ്സ്, സയന്റിസ്റ്റ്, ഇപ്പോൾ അലി ലാരിജാനി ഇവരെയെല്ലാം തകർക്കുന്നത് വഴി ഒരു രാജ്യത്തെ സ്ട്രാറ്റജിക്കലി ഡീസ്റ്റെബിലൈസ് ചെയ്ത് അവിടെ ഒരു അരക്ഷിതാവസ്ഥ കൊണ്ടുവന്ന് ആ രാജ്യത്തെ തളർത്തുക എന്നതാണ് പുതിയ യുദ്ധനയം. ഇറാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഇറാൻ ഇന്നലെ മറിച്ച് അവരുടെ പ്രത്യാക്രമണം ആരംഭിച്ചു. ഇന്നലെ ടെൽ അവീവിലേക്ക് അവരൊരു മിസൈൽ ആക്രമണം നടത്തി. അതിനുപയോഗിച്ചത് ക്ലസ്റ്റർ വാർഹെഡും ഖൊറാം ഷഹർ മിസൈൽസുമാണ്. കാരണം അലി ലാരിജാനിയുടെ മരണം ഇറാനെ സംബന്ധിച്ച് വെറും ഒരു നേതാവിന്റെ മരണമല്ല, അവരുടെ സ്ട്രാറ്റജിക് ബ്രെയിന്റെ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രതികാരം വളരെ വലുതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.